നമസ്കാരം. പണി കൊടുക്കലിലെ മുസ്ലിം സ്ട്രാറ്റജി, അക്രമികളെ വട്ടം ചുറ്റിച്ച ബുദ്ധിപരമായിട്ടുള്ള നിലപാടുകൾ. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അടുത്ത കാലത്തായി ഒടുക്കത്തെ ബുദ്ധി തെളിഞ്ഞിട്ടുണ്ട്. മുസ്ലിം സമൂഹം ബൗദ്ധികമായി ചിന്തിച്ചാൽ കാര്യങ്ങൾ എങ്ങനെ മാറിമറിയും എന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് കഴിഞ്ഞ ബലിപ്പെരുന്നാൾ കാലത്ത് സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അവർ ഒരു മാസ തീരുമാനമെടുത്തു. ഞങ്ങൾക്കിനി പശുക്കളുമായി ഒരിടപാടുമില്ല, പശുവിനെ ബലിക്ക് വാങ്ങുകയുമില്ല. പശുവിനെ ബലിക്ക് വാങ്ങില്ല എന്ന് തീരുമാനിക്കുക മാത്രമല്ല, പശുവിനെ അങ്ങോട്ട് ദേശീയ മൃഗമാക്കിയോ, രാജ്യം മുഴുവൻ ഗോവധം അങ്ങോട്ട് നിരോധിച്ചേക്ക് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ തന്നെ പ്രക്ഷോഭമായി രംഗത്തിറങ്ങി. ഇതോടെ ഗോസംരക്ഷണത്തിന്റെ പേരിൽ ആളുകളെ ആക്രമിക്കാൻ വടിയും കുന്തവുമായി നിന്നിരുന്നവർ ശരിക്കും പാടുപെട്ടു. അവർ അങ്കലാപ്പിലായി. പശുക്കളെ സംരക്ഷിക്കണമെന്നും ദേശീയ മൃഗമാക്കണമെന്നും കേട്ടപ്പോൾ അങ്കലാപ്പിലായതും അവർ തന്നെയാണ്. യഥാർത്ഥത്തിൽ രാജ്യത്തെ മഹാഭൂരിപക്ഷം പശു കർഷകർക്കും പശു എന്നത് കേവലം ചാണകവും പാലും തരുന്ന ഒരു മൃഗവും ഉപജീവന മാർഗവുമാണ്. എന്നാൽ ഇതിന്റെ കയറൽ പോലും പിടിച്ചിട്ടില്ലാത്ത സാമൂഹ്യ വിരുദ്ധരായ ചിലരാണ് ഇതിന്റെ പേരിൽ കലാപമുണ്ടാക്കുന്നത്. മുസ്ലിം പശുവിനെ വാങ്ങില്ല എന്ന് പൂർണ്ണമായി തീരുമാനിച്ചാൽ പശു കർഷകരുടെ സാമ്പത്തിക തകർച്ച ഒഴിവാക്കാൻ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്ക് തന്നെ അത് വാങ്ങാൻ നിയമം നിർമ്മിക്കേണ്ടി വരും. ഇങ്ങനെ മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കാനും അവമതിക്കാനും ആക്രമിക്കാനും ശ്രമിക്കുമ്പോൾ ഈ നിലപാട് സ്വീകരിച്ചാൽ പെട്ടുപോകുന്നതും ആക്രമിക്കാൻ വരുന്നവർ തന്നെയാണ്. അതുകൊണ്ട് മുസ്ലിം എംപിമാർ പാർലമെന്റിലും ഈ ആവശ്യം ശക്തമായി ഉന്നയിക്കണമെന്നാണ് വൈപ്പ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. പശു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സംസാരിക്കുന്നത് ഏക സിവിൽ കോഡിനെ കുറിച്ചാണ്. ഏക സിവിൽ കോഡിനെ മുസ്ലിം സമൂഹം എന്തിനാണ് എതിർക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനെ അങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ് ശരിക്കും വേണ്ടത്. ഇതിൽ പ്രധാനമായും വരുന്നത് സ്വത്തവകാശവും വിവാഹ നിയമങ്ങളും ഒക്കെയാണ്. ഇസ്ലാം മത വിശ്വാസികൾ തങ്ങളുടെ മക്കളെ പ്രവാചകചര്യയും ശരീഅത്ത് നിയമവും പിന്നെ എങ്ങനെയാണ് സ്വത്ത് കൊടുക്കേണ്ടത് എന്നും വാങ്ങേണ്ടതെന്നും ഒക്കെ കൃത്യമായി എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ മറ്റുള്ളവരുമായി ബന്ധപ്പെടണം എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായ മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ദേശവിരുദ്ധതയും അപരമത വിദ്വേഷം പഠിപ്പിക്കാത്തിടത്തോളം കാലം അതൊക്കെ കൃത്യമായി ഉൾക്കൊണ്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവരത് അങ്ങനെ അംഗീകരിച്ച് തരില്ല എന്ന് മാത്രം. അത് നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ശരിക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അത് അനുവർത്തിച്ചു കഴിഞ്ഞാൽ ഈ സ്വത്തവകാശത്തിന്റെ ഒരു തർക്കം ഇവിടെ ഉണ്ടാവുകയുമില്ല. സർവശക്തനായ ദൈവവും പ്രവാചകനും നിർദ്ദേശിച്ച രീതിയിൽ മാത്രമേ സ്വത്ത് വീതം വയ്ക്കൂ എന്ന് മക്കൾ സ്വയം അങ്ങ് തീരുമാനിക്കുന്ന തലത്തിലേക്ക് അവരെ വളർത്തിയാൽ തീരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. ഇസ്ലാമിക വിധിപ്രകാരമല്ലാത്ത സ്വത്ത് കൈപ്പറ്റുന്നത് നരകാഗ്നിയാണ് എന്ന് ബോധ്യമുള്ള വിശ്വാസിക്ക് മുന്നിൽ ഭരണകൂടത്തിന്റെ നിയമങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാണ്? ഏക സിവിൽ കോഡ് വന്നാൽ ഒന്നിലധികം വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. എന്നാൽ രാജ്യത്ത് ലിവിംഗ് ടുഗദർ നിയമവിധേയമാണ്. ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾക്ക് നിയമപരമായിട്ടുള്ള തടസ്സമില്ലാത്തപ്പോൾ രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നടത്തുന്ന നിക്കാഹ് എന്ന കർമ്മത്തെ തടയാൻ ഒരു നിയമത്തിനും കഴിയില്ല. കൂടാതെ പള്ളികൾ അമ്പലമാക്കാനോ സുന്നത്ത് കല്യാണം പോലുള്ള ആചാരങ്ങൾ നിരോധിക്കാനോ ഏക സിവിൽ കോഡിൽ വ്യവസ്ഥകളുമില്ല. അതിനാൽ ഇതിനെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. എല്ലാം അങ്ങോട്ട് നടക്കട്ടെ എന്നങ്ങ് തീരുമാനിച്ചാൽ മതി. ഇവിടെയുള്ള ഏറ്റവും വലിയ വിഷയം, ഈ മുസ്ലിം സമൂഹം ഇതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങൾ പറയുമ്പോഴോ അല്ലെങ്കിൽ തടസ്സവാദങ്ങൾ ഉന്നയിക്കുമ്പോഴോ നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴോ അതിനെ അമിതമായി പ്രതികരിച്ചിട്ട് കൂടുതൽ വാശി കാണിക്കുന്നതാണ്. അത്തരത്തിൽ വാശി കാണിച്ചാൽ ശത്രുപക്ഷത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരും ഇതേപോലെ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ ഒന്നും മിണ്ടാതെ കൈയും കെട്ടി അനങ്ങാതെ അങ്ങ് നിന്നുകൊടുത്താൽ കുറച്ചു കഴിയുമ്പോൾ അവർ മടുത്ത് സ്വയം പിന്മാറും. അതുപോലെ വിദ്വേഷ രാഷ്ട്രീയക്കാരുടെ പ്രകോപനത്തിൽ വീഴാതെ മാറി നിന്നാൽ മതി. അതിനാവശ്യമില്ലാതെ പ്രതികരിച്ച് നമ്മളാണ് ശരി എന്ന സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് കരുതിയാൽ മതി. മുസ്ലിം സമൂഹം തങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ ഉറപ്പിച്ച് നിർത്തുകയും 5 നേരം പ്രാർത്ഥിക്കുകയും സക്കാത്തും സദക്കയും നൽകി നന്മ പ്രവർത്തിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ തള്ളാത്ത സക്കാത്തിലൂടെയും കാരുണ്യ പ്രവർത്തനങ്ങളുടെയും മാതൃകയാകുന്ന ഒരു സമൂഹത്തിന് ധാർമ്മികതയെക്കുറിച്ച് ഉറക്കെ സംസാരിക്കാൻ എല്ലാ അവകാശങ്ങളുമുണ്ട്. അതിനാൽ അത് പറ്റില്ല, ഇത് പറ്റില്ല എന്ന വാശി ഉപേക്ഷിച്ച് എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ച് ബുദ്ധിപരമായിട്ടുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യം. അങ്ങനെ വന്നാൽ ഇന്ത്യൻ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വരുന്നവർ സ്വന്തം കുഴിയിൽ വീഴുന്നത് കണ്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം ഇതേ മുസ്ലിമിന് വരും. അത് തന്നെയാണ് ഉത്തരേന്ത്യയിലൊക്കെ ഇന്ന് കണ്ടുവരുന്നത്. ഗോവധത്തിന്റെ പേരിൽ, ഗോവധം നിരോധിച്ചതിന്റെ പേരിൽ ഇന്ന് അനുഭവിക്കുന്നത് മുസ്ലിങ്ങളല്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പശു ഇറച്ചി നിർബന്ധമല്ല. അത് തിന്നാലേ അങ്ങോട്ട് പോകുള്ളൂ, അത് തിന്നാലേ ജീവിക്കൂ എന്നുമില്ല. പശു ഇല്ല എന്നുണ്ടെങ്കിലും, പശു ഇറച്ചി ഇല്ല എന്നുണ്ടെങ്കിലും, പശുവിനെ വളർത്തിയില്ല എന്നുണ്ടെങ്കിലും, ഇനി ഒരു പക്ഷേ പശുവിന്റെ പാൽ പോലും ഇല്ല എന്നുണ്ടെങ്കിലും ഇവിടെ മുസ്ലിങ്ങൾ ജീവിക്കും. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് പശു ഹറാമെന്നോ ഹലാലെന്നോ പറയേണ്ട ഒരു ആവശ്യവുമില്ല. പച്ചയ്ക്ക് പറഞ്ഞാൽ പശുവിന്റെ പേരിൽ ഇവിടെ ഇന്ത്യൻ മുസ്ലിങ്ങളെ തളച്ചിടാൻ കഴിയില്ല എന്ന് സാരം. Different angles. Don't forget to subscribe and support this channel.